കൈക്കരുത്തിൻ്റെ കാര്യത്തിൽ കേരള പോലീസിനെ തോൽപ്പിക്കാനാകില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ പോലീസിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് ഓൾ ഇന്ത്യ പോലീസ് മീറ്റിന് പോയ കായിക താരങ്ങൾ. അവരിപ്പോൾ മൂന്നാം തവണയാണ് മെഡലുമായി തിരിച്ചെത്തിയിരിക്കുന്നത്, ചാമ്പ്യൻഷിപ്പുമായി തിരിച്ചെത്തിയിരിക്കുന്നത്. ആം റെസ്ലിംഗിലാണ്. നമ്മുടെ എങ്ങനെയുണ്ട് ഇത്തവണത്തെ പോരാട്ടം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സെപ്റ്റംബർ 9 മുതൽ 13 വരെ ഉത്തർപ്രദേശ് വെച്ച് ലക്നൌവിൽ വെച്ച് നടന്ന ടീം ചാമ്പ്യൻഷിപ്പിൽ കേരള പോലീസിനെ പ്രതികരിച്ച് ആം റെസ്ലിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും റെസ്ലിങ്ങിലും ബോക്സിങ്ങിലും നിരവധി നേട്ടങ്ങൾ നേടുകയുണ്ടായി. ഈ തുടർച്ചയായിട്ട് മൂന്നാം തവണയാണ് ആം റെസ്ലിങ്ങിൽ കേരള പോലീസ് ടീം ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. എന്തൊക്കെ മെഡലുകളാണ് കിട്ടിയത്? നമുക്കൊരു ഗോൾഡും 4 സിൽവറും 3 ബ്രോൺസും കിട്ടി. കൂടാതെ വനിതകളുടെ വിഭാഗത്തിൽ ഒരു സിൽവറും കിട്ടി. ഏത് ടീമായിരുന്നു നമുക്ക് ഒത്ത എതിരാളികളായിരുന്നത്? നമുക്ക് മിസോറാം, പഞ്ചാബ്, UP ഇവരായിരുന്നു ശക്തരായ എതിരാളികൾ. ഇത് തുടർച്ചയായിട്ട് മൂന്നാം തവണയാണ് നമ്മൾ ചാമ്പ്യൻഷിപ്പ് ഇടുന്നത്. ഇത് കൂടാതെ നമുക്ക് വേൾഡ് മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. 2025 ജൂണിൽ അമേരിക്ക വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് യോഗ്യത നേടിയിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളായിരിക്കും ഇനിയിപ്പോൾ. അതിനുള്ള ഒരുക്കങ്ങൾ കേരള പോലീസിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷ. സഹായങ്ങളൊക്കെ ഇനി വേണ്ടി വരില്ല? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേണ്ടിവരും. പ്രൊമോഷൻ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കുള്ള ഒരു ഇവിടെ നിന്നുള്ള സപ്പോർട്ട് നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ പോലും കൃത്യമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നൽകുന്ന അത്രയ്ക്കൊരു കാര്യങ്ങൾ ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിയിലുള്ള സ്പോൺസർഷിപ്പും എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും വലിയ ഒരു നേട്ടത്തിലേക്കാണ് കേരള പോലീസ് എത്തിയിരിക്കുന്നത്. ഇനി വേൾഡ് ചാമ്പ്യൻഷിപ്പിനായി പോകാനുള്ള ഒരുക്കത്തിലാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്. അവർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവരുടെ ട്രെയിൻ പോയിരുന്നു. കുറേ പേരൊക്കെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിഗംഭീര വിജയം സ്വന്തമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ലിഷോ നമുക്കൊപ്പം ഉണ്ട്. ലിഷോയ്, കയ്യൂക്കിൽ അതിഗംഭീരം അല്ലേ? ഹാട്രിക് അടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. പിന്നെ വേൾഡ് മീറ്റിൽ, അത് അമേരിക്കയിൽ നടക്കുന്ന മീറ്റിൽ പങ്കെടുക്കാനുള്ള ഒരു യോഗ്യതയും കൂടി നേടിയിട്ടാണ് നമ്മുടെ പോലീസ് മച്ചന്മാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് സാധിക്കട്ടെ. എങ്ങനെയാണ് അവർ ആ സന്തോഷമൊക്കെ പങ്കുവെച്ചത്? ഇനി അടുത്ത ഘട്ടം അതിനുള്ള അത്രമാത്രം പിന്തുണയൊക്കെ വേണം അല്ലേ? കൈക്കരുത്തിൽ നമ്മുടെ കേരള പോലീസിന് എന്തായാലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ 3 വർഷമായി 3 തവണയായി നടന്ന ഈ ഓൾ ഇന്ത്യ പോലീസ് മീറ്റിൽ തന്നെ അത് ഒരു തീരുമാനമായതാണ്. കാരണം ഇത്തവണ 73ാമത് ഈ പോലീസ് മീറ്റാണ് ലക്നൌവിൽ വെച്ച് നടന്നത്. ആ മത്സരത്തിലും ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പിലും ആം റെസ്ലിംഗിൽ കേരള പോലീസിൻ്റെ സംഘമാണ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. പുരുഷ വിഭാഗത്തിലെ സംഘം 1 സ്വർണവും 4 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ നേടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ 3ാം തവണയും തുടർച്ചയായി 3ാം തവണയും 1ാം സ്ഥാനത്തെത്തിയതോടുകൂടി ചാമ്പ്യന്മാരായതോടുകൂടി ഈ വിഭാഗത്തിലുള്ള ട്രോഫി അത് കേരളത്തിന് സ്വന്തമായിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ മത്സരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ പ്രമുഖരായ പഞ്ചാബിനോടും അതുപോലെ തന്നെ ഹരിയാനയോടും അങ്ങനെയുള്ള സംസ്ഥാനങ്ങളോട് ഒപ്പമാണ് മത്സരിച്ചത്. അതിനോടൊപ്പം തന്നെ വളരെയേറെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ താണ്ടിയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് കൂടി കേരള ടീമിന് അതായത് കേരളത്തിൽ നിന്നുള്ള കേരള പോലീസ് ടീമിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ പോകാനായുള്ളൊരു അവസരം കൂടി ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഒരു ചെറിയ പ്രതിസന്ധിയുണ്ട്. കാരണം ഇത്രയേറെ നേട്ടങ്ങളൊക്കെ കൈവരിച്ച് വരുന്ന ഒരു ടീമിന് നമ്മളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അംഗീകാരം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കോച്ചുമാർ ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിൽ മെഡലൊക്കെ നേടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് വേണ്ട പ്രമോഷനും അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും ട്രെയിനിങ്ങിന് വേണ്ട മറ്റ് സാഹചര്യങ്ങളും എല്ലാം തന്നെ സാധാരണയിൽ കൂടുതലായി നൽകാറുണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലൊക്കെ നൽകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ സേനയിലെ മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ ലോക ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിന് വേണ്ടി വലിയ സാമ്പത്തികമായ പ്രതിസന്ധി കൂടി ഇവർ നേരിടുന്നുണ്ട്. കാരണം അതിനുവേണ്ട ഫണ്ടെല്ലാം കണ്ടെത്തണം, സ്പോൺസറെ കണ്ടെത്തണം. അതെല്ലാം തന്നെ അല്പം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. എത്രത്തോളം പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ടീം അംഗങ്ങൾക്കും നേരിയ ആശങ്ക ഇല്ലാതില്ല. എന്തായാലും പക്ഷേ ഇത്രയൊക്കെയാണെങ്കിലും എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരള പോലീസ് സംഘം ഈ കൈക്കരുത്തിൽ അവര് നമ്മളോട് പ്രതികരിക്കുമ്പോഴും എല്ലാ
സഹായങ്ങളൊക്കെ ഉണ്ടെന്നേ അവർക്ക് പറയാൻ കഴിയും. കാരണം അവരൊരു ജോലിയുടെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഈ ഒരു വാക്കുകൊണ്ടെങ്കിലും പിന്നീട് പ്രതിസന്ധികൾ ഉണ്ടായെന്ന് അവർ ചിന്തിക്കും. പിന്നെ സ്വീകരണം എന്നത് നമുക്കറിയാം, ഒളിമ്പിക് മെഡൽ എത്തിയ PR ശ്രീജേഷിന് മര്യാദയ്ക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയാതെ നിൽക്കുന്ന നമ്മൾ കണ്ടാണ്. അപ്പോൾ പിന്നെ ഇവരെയൊക്കെ നമ്മൾ വേണ്ട രീതിയിലൊരു അനുമോദനമൊക്കെ അവർക്ക് കിട്ടിയാൽ ഭാഗ്യമെന്നേ പറയാൻ കഴിയും.